നമഃശിവായ. അമ്മയുടെ സന്ദേശം. മക്കളെ, വിത്തും ബ്രഹ്മം, വൃക്ഷവും ബ്രഹ്മം എന്നു പറയും. പക്ഷേ വൃക്ഷത്തിൻ്റെ പ്രയോജനം അത് നൽകുന്ന തണലും ഫലവും വിത്തിനു നൽകുവാനാകില്ല. വിത്തിനതിന് കഴിയണമെങ്കിൽ മണ്ണിനടിയിൽ പോയി തോടുപൊട്ടി മുള വന്ന് അത് വളർന്നു വൃക്ഷമാകണം. തന്നിൽ എല്ലാം ഉണ്ടെന്ന് ചിന്തിച്ച് പെട്ടിക്കുള്ളിലിരുന്നാൽ, മണ്ണിനു താൻ തല കുനിക്കില്ല എന്ന് അഹങ്കരിച്ചിരുന്നാൽ വിത്തിന് വൃക്ഷമായി തീരാൻ പറ്റില്ല. ഏതെങ്കിലും എലിക്കത് ആഹാരമായി തീരുകയേ ഉള്ളൂ. അതുപോലെ എന്നിലെല്ലാം ഉണ്ട്, ഞാൻ എന്തിന് ഒരാളുടെ മുന്നിൽ തല കുനിക്കണം എന്ന് ചിന്തിച്ച് അഹങ്കരിച്ചിരുന്നാൽ ഈശ്വരനെ അറിയാൻ കഴിയില്ല. സംസാരത്തിനടിമയാകുകയേ ഉള്ളൂ, അടിമപ്പെടുകയേ ഉള്ളൂ. വിത്തിന് മുളവന്ന് ചെറുചെടിയായി വളരുമ്പോൾ ആടുമാടുകൾ തിന്ന് നശിപ്പിക്കാതിരിക്കാൻ അതിനെ വേലി കെട്ടി സംരക്ഷിക്കണം. വേണ്ട വെള്ളവും നൽകണം. തണൽ നൽകി വാടാതെ നോക്കണം. എന്നാൽ അത് വൃക്ഷമായി തീർന്നാൽ പിന്നെ ശ്രദ്ധിക്കേണ്ടതില്ല. അതിൽ ആനയെയും തളയ്ക്കാം. ഇതുപോലെ ലക്ഷ്യത്തിൽ എത്തുന്നതുവരെ യമനിയമങ്ങൾ ആകുന്ന വേലി ആവശ്യമാണ്. നിരന്തര സാധന ആവശ്യമാണ്. ഗുരുവിൻ്റെ തണൽ ആവശ്യമാണ്. സത്തിനെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരിൽ നിന്ന് ലോകത്തിന് പ്രയോജനം മാത്രമേ ഉള്ളൂ. അവരെ ഒന്നിനും ബന്ധിക്കുവാനും കഴിയില്ല. അഹങ്കാരത്തിൻ്റെ ഞാനെന്ന ഭാവത്തിൻ്റെ തോട് പൊട്ടിയാലേ പരമതത്വത്തിലേക്ക് വളരാൻ കഴിയും. ഇന്നത്തെ നമ്മുടെ യാത്ര മാപ്പ് നോക്കി പോകുന്നത് പോലെയാണ്. ഇന്ന വഴിയെ പോയാൽ ഇന്ന സ്ഥലത്തെത്തും എന്ന അറിവ് ഭൂപടത്തിലൂടെ കിട്ടും. എന്നാൽ അനുഭവമില്ല. വഴിയിലെ സാഹചര്യം യാത്രയ്ക്ക് അനുകൂലമാണോ എന്നറിയില്ല. കാട്ടുമൃഗങ്ങളോ കൊള്ളക്കാരോ ഉണ്ടാകാം. റോഡുകൾ നല്ലതാകണമെന്നില്ല. അതുവഴി യാത്ര ചെയ്തിട്ടുള്ള ആരെങ്കിലും ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ ധൈര്യമായി മുന്നോട്ട് പോകാം. അങ്ങനെ ഒരാളെ കണ്ടെത്തിയാൽ മാത്രം പോരാ, ആ ആളിൽ വിശ്വാസം അർപ്പിക്കാനും നമുക്ക് കഴിയണം. എങ്കിലേ സമാധാനത്തോടെ മുന്നോട്ട് പോകുവാൻ സാധിക്കും. അയാളിൽ സംശയം ഉണ്ടായാൽ നമ്മുടെ സമാധാനം നഷ്ടമാകും. ഇതുപോലെ സത്യം അറിഞ്ഞ ആളിനു മാത്രമേ നമ്മളെ സത്യത്തിലേക്ക് നയിക്കുവാൻ കഴിയൂ. വേണ്ട ഉപദേശം വേണ്ടപ്പോൾ നൽകുവാൻ സാധിക്കൂ. അങ്ങനെയുള്ള ഗുരുവിൽ നമുക്ക് പൂർണ്ണ വിശ്വാസം വേണം. ഹരി ഓം.